ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എടുക്കുന്ന ടോപ്പിക്ക് കൺജക്ഷൻസ് കുറച്ചുകൂടെ എടുക്കാൻ വിചാരിച്ചു. സോ കൺജക്ഷൻസ് നമ്മൾ ആൻഡ് ബട്ട് സോ ബിക്കോസ്, ഓക്കെ, ആൻഡ് ബട്ട് ഓർ സോ ബിക്കോസ്, ഇതൊക്കെയാണ് നമ്മുടെ കൺജക്ഷൻസ്. എന്തിനാണ് നമ്മൾ കൺജക്ഷൻസ്, വൈ ഡു വി യൂസ് കൺജക്ഷൻസ്? ബിക്കോസ് we have to connect two sentences. So അപ്പോൾ നമ്മൾ പറയും the car stopped, the driver got out എന്നൊന്നും വേണ്ട. The car stopped and the driver got out. Okay, my sister is married and she lives in London. So നമ്മൾ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. I brought a newspaper but I didn't read it. But okay, so I got home, had something to eat, sat down and fell asleep. Okay, അപ്പോൾ എന്താണ്, രണ്ട് സാധനങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ we use and between two things. Anne is at work and Stu has gone shopping and Chris is playing football. Okay, അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി സോ നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ദ റിസൾട്ട് ഓഫ് സംതിങ്. ഇറ്റ് വാസ് വെരി ഹോട്ട് സോ ഐ ഓപ്പൻഡ് ദ വിൻഡോ. ഇറ്റ് വാസ് വെരി ഹോട്ട് സോ ഐ ഓപ്പൻഡ് ദ വിൻഡോ. ദ വാട്ടർ വാസൻറ്റ് ക്ലിയർ സോ വി ഡിഡൻറ്റ് ഗോ സ്വിമ്മിങ്. ഓക്കെ, ദേ ലൈക്ക് ഫിലിം സോ ദേ ഓഫൺ ഗോ ടു ദ സിനിമ. ഇവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരു കാരണം കാണിക്കാം, റീസൺ. I fell asleep because I had a headache. Reason. Okay, I fell asleep because I had a headache. We didn't go swimming because the wasn't clear. The water wasn't clear. Lisa is hungry because she didn't have anything for breakfast. അപ്പോൾ നമുക്ക് ബിക്കോസ് നമുക്ക് സെൻറ്റൻസ് തുടങ്ങുമ്പോഴും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ദ വാട്ടർ വാസൻറ്റ് ക്ലീൻ വി ഡിഡൻറ്റ് ഗോ സ്വിമ്മിങ്. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണ്, നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് വാസ് ടു ലേറ്റ് ആൻഡ് ഐ വാസ് ടയേർഡ് സോ ഐ വെൻറ്റ് ടു ബെഡ്. ഐ ഓൾവേസ് എൻജോയ് വിസിറ്റിംഗ് ലണ്ടൻ ബട്ട് ഐ വുഡൻറ്റ് ലൈക്ക് ടു ലീവ് ദർ ബിക്കോസ് ഇറ്റ്സ് ടു ബിഗ്. സോ ലണ്ടൻ എനിക്ക് വിസിറ്റ് ചെയ്യാം, പക്ഷെ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ സോ ആസ് ഐ വുഡൻറ്റ് ലൈക്ക് ടു ലീവ് ദർ ബിക്കോസ് ഇറ്റ് വാസ് സോ ബിഗ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, റൈറ്റ് സെൻറ്റൻസസ്. ഐ വെൻറ്റ് ടു വിൻഡോ ആൻഡ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഐ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് വാച്ച് ടെലിവിഷൻ. ഒരു ബോക്സ് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറേ ഇത് തരാം, അത് നിങ്ങൾ സ്വയം ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് നമുക്കിപ്പോൾ റൈറ്റ് സെൻറ്റൻസസ് ആൻഡ് അബൌട്ട് വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ ഇൻ ദ ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ എന്തൊക്കെ ചെയ്തു അത് നിങ്ങളൊരു 5 സെൻറ്റൻസ് എഴുതുക. ഇൻ ദി ഈവനിങ് ഐ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് റെഡ് ദ ന്യൂസ് പേപ്പർ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇൻ ദ മോർണിംഗ് ഐ വെൻറ്റ് ടു ടെമ്പിൾ. ഓക്കെ, ഐ വെൻറ്റ് ടു ടെമ്പിൾ ഇൻ ദ മോർണിംഗ്. അപ്പം നമുക്ക് പറയാം യൂസ് ആൻഡ് ബട്ട്. ഇൻ ദ മോർണിംഗ് ഐ വെൻറ്റ് ടു ടെമ്പിൾ ആൻഡ് I also went to another temple. Okay, I went to Goddess Kali temple and also to Shiva temple. Okay, അപ്പോൾ നമുക്ക് ബട്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് പറയാം I got ready to go outside but it was raining. Okay, അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൺജക്ഷൻസ് ഉപയോഗിച്ച്, ഞാൻ നിങ്ങൾക്ക് കൺജക്ഷൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല, കുറച്ചേ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൺജക്ഷൻസ് ആയിട്ട് ആദ്യം വന്നിരിക്കുന്നത്. ഇനി ആൻഡ് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണു, ആൻഡും ബട്ടും വെച്ചിട്ട് ഐ ബ്രോട്ട് എ ന്യൂസ് പേപ്പർ ബട്ട് ഐ ഡിഡൻറ്റ് റീഡ് ഇറ്റ്. നമുക്ക് ഒരു കോളം തരുന്നു, അതിൽ നമുക്ക് എഴുതാം ഐ ജംപ്ഡ് ഇൻ ടു റിവർ ആൻഡ് swam ടു അതർ സൈഡ്. ഡു യു വാണ്ട് മീ ടു കം വിത്ത് യു ആൻഡ് ഷാൽ ഐ വെയിറ്റ് ഹിയർ. I usually drive to work and I didn't have your number.
ഓക്കെ. അപ്പോൾ നമുക്കിനി ഐ വാണ്ടഡ് ടു ഫോൺ യു ബട്ട് ഐ ഡിഡൻറ്റ് ഹാവ് യുവർ നമ്പർ, അങ്ങനെയും പറയും. ഓക്കെ. അപ്പോൾ നമുക്കെന്താണ് ആൻഡും ബട്ടും സോ ബിക്കോസ് ഇതൊക്കെ കണക്റ്റിംഗ് കൺജക്ഷൻസാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ ഫ്രേസൽ വെർബ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രേസൽ വെർബ് കുറേ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ നല്ലോണം എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് വർത്തമാനം പറയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്. ഓക്കെ. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയും. ഓക്കെ. അത് ഉപയോഗിച്ചിട്ട് അതിലെല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും വരും. ഐശ്വര്യ ഈസ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഈസ് arrogant. ഐശ്വര്യ ഈസ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഈസ്. അപ്പോൾ ഐശ്വര്യ നൗണ്, ഇസ് വെർബ്, വെരി അഡ്വർബ്, ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ്. ഓക്കെ. അപ്പോൾ കണ്ടു എല്ലാ പാർട്സ്. ബട്ട് കൺജക്ഷൻ, ഷീ ഈസ് വെരി 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 ആരോഗൻ്റ്. അഗെയിൻ എന്താണ് ആരോഗൻ്റ് ഒരു ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെർബിലും പെടും, അബ്സ്ട്രാക്ട് നൗണിലും പെടും. സോ ആരോഗൻ്റ് പറഞ്ഞാൽ അഹങ്കാരി. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ എടുത്തത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബുക്ക് എടുത്തിട്ട് അതിൽ തിരയണം. ബുക്ക് എടുത്തിട്ട് ഇംഗ്ലീഷ് ബുക്സ് വായിക്കണം നിങ്ങൾ ധാരാളം. ഇംഗ്ലീഷ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ചും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിനി ഒരു കാര്യം ചെയ്യാം. വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമ്മൾ കൺജക്ഷൻസ് എടുത്തു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രേസൽ വെർബ് എടുത്തു. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, വെന്നിൻ്റെ യൂസേജ് എടുക്കാം. വെൻ ഐ വെൻറ്റ് ഔട്ട് ഇറ്റ് വാസ് റെയിനിങ്. വെൻ എപ്പോഴാണ് വരിക? എപ്പോൾ ഞാൻ പോകുമ്പോൾ വെന്നിൻ്റെ യൂസേജ്. വെൻ ഐ വാസ് ദെയർ ഇറ്റ് വാസ് വെരി നൈസ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. വെൻ ഐ വെൻറ്റ് ഔട്ട് ഇറ്റ് വാസ് റെയിനിങ്. ഞാൻ പുറത്ത് പോയപ്പോൾ റെയിനിങ്. ഞാൻ എപ്പോൾ എപ്പോൾ. ഓക്കെ. ഞാനിപ്പോൾ പോകുമ്പോൾ. വെൻ ഐ വെൻറ്റ് ഔട്ട് ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ വെൻറ്റ് ഔട്ട്. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ. വെൻ യു ആർ ടയർഡ് ഡോണ്ട് ഡ്രൈവ്. ഓക്കെ. വെൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഡോണ്ട് ഡ്രൈവ് വെൻ യു ആർ ടയർഡ്. എങ്ങനെ വേണമെങ്കിൽ വെൻ ഇടയിലും വരാം. ഓക്കെ. അപ്പോൾ ആൻ വാസ് വെരി ഹാപ്പി വെൻ ഷീ പാസ്ഡ് ഹർ എക്സാം. ഓക്കെ. അപ്പോൾ ഓൾവേസ് ലുക്ക് ബോത്ത് ബിഫോർ വെൻ യു ക്രോസ് ദ റോഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ വെൻ ഉപയോഗിച്ചു, അതിൻ്റെ ബിഫോർ, വൈൽ, ആഫ്റ്റർ ഇത് നമ്മൾ ഉപയോഗിക്കാം. ബിഫോർ യു ക്രോസ് ദ റോഡ് ഓൾവേസ് ലുക്ക് ബോത്ത്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ വളരെ ഇതായിട്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുന്നതാണ്. ഓക്കെ. ബിഫോർ ഇതിന് മുമ്പ്, ആഫ്റ്റർ കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ബിഫോർ യു ക്രോസ് ദ റോഡ് ഓൾവേസ് ലുക്ക് ബോത്ത് സൈഡ്. ഓക്കെ. ബിഫോർ മുമ്പ്. ഓക്കെ. ബിഫോർ യു ഈറ്റ് വാഷ് യുവർ ഹാൻഡ്സ്. ആഫ്റ്റർ യു ഈറ്റ് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി. ഓക്കെ. വൈൽ ഉപയോഗിച്ച്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് ഇറ്റ് ബിഗിൻ ടു റെയിൻ. വൈൽ ആ സമയത്ത്. വൈൽ നമ്മൾ എന്താ പറയുക, ആ സമയത്ത്. ഇറ്റ് ബിഗിൻ ടു റെയിൻ വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പോൾ ഇനി ആഫ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ? ഹി നെവർ പ്ലേഡ് ഫുട്ബോൾ ആഫ്റ്റർ ഹിസ് ലെഗ് ബ്രോക്ക്. ലെഗ് കാലൊടിഞ്ഞപ്പോൾ പിന്നെ ഫുട്ബോൾ കളിച്ചിട്ടില്ല. വെൻ ഐ ആം ഐ ഗോ. ഷെൽ നെക്സ്റ്റ് ജെലസ്. ബാർബറ വിൽ ബി ഇൻ മെക്സിക്കോ. അപ്പോൾ വെൻ ഐ ആം ഐ ഗോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ജെൽ ഈസ് കമ്മിങ് വെൻ ഐ വിൽ ബി ഇൻ ന്യൂയോർക്ക്. ഓക്കെ. അപ്പോൾ ആ ബാർബറ വരുന്നത് ഞാനപ്പോൾ ന്യൂയോർക്കിലായിരിക്കും. ദ ടൈം ഈസ് ഫ്യൂച്ചർ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എന്താണ് നമ്മൾ വെൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടു. ഇനി ആഫ്റ്റർ, ബിഫോർ, വൈലൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടു. ഇനി വെൻ ഐ ഗെറ്റ് ഹോം ദിസ് ഈവനിങ് ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഓക്കെ. വെൻ. ഓക്കെ. വെൻ ഐ ഗ്രാമർ പറഞ്ഞാൽ വളരെ ലാർജാണ് സ്പോക്കൺ ഇംഗ്ലീഷും. നിങ്ങൾ
എത്ര നിങ്ങൾ പഠിച്ചാലും തീരാൻ പോകുന്നത് മാത്സ് പോലെയാണ്. ഓക്കെ, നമ്മൾ സെൻറ്റൻസസ് ഫോം ചെയ്യാനും നമ്മൾ അത് കാണാണ്ട് പഠിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വായിച്ചിട്ട് തന്നെ നമ്മൾ അറിയണം ഇതൊക്കെ. അപ്പോൾ യെസ്, ഐ കാൺ ടോക്ക് ടു യു ആൻഡ് ഐ വിൽ ടോക്ക് ലേറ്റർ ടു യു വെൻ ഐ ഹാവ് മോർ ടൈം. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ബിഫോർ, വൈൽ, ആഫ്റ്റർ, അൺടിൽ. ബിഫോർ യു ഗോ ഔട്ട്, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ പറയുന്നു. ഇനി വൈൽ വി ആർ അവേ, Julia is going to live in our flat. I will stay here until you come back. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ വെൻ, അൺടിൽ, ആഫ്റ്റർ, ബിഫോർ ഇതൊക്കെ നമ്മൾ കണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു ക്ലാസ് ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ യു വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഇംഗ്ലീഷ് ബുക്സ് എടുക്കണം. ഇംഗ്ലീഷ് ബുക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളോ നമ്മൾ വായിക്കണം. യു ഹാവ് ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ് ഓർ ഇംഗ്ലീഷ് പേപ്പർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസേജ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി വേറൊരു ടോപ്പിക്കായിട്ട് ഐ വിൽ ബി ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.